സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ 2024 ജനുവരിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന 4 ഏറ്റവും കൂടുതൽ മൈലേജ് തരുന്ന സ്കൂട്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടാണ്. പല പല ബ്രാൻഡിൻ്റെ സ്കൂട്ടേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ഫീച്ചേഴ്സ്, പ്രൈസ്, പെർഫോമൻസ്, അതുപോലെ തന്നെ EMI ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. ഈ വീഡിയോക്ക് നമ്മളൊരു 5000 ലൈക്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ 4ാം സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് TVSൻ്റെ ജുപ്പിറ്റർ 125 മോഡലാണ്. ജുപ്പിറ്റർ 125 2 മോഡൽ അവൈലബിൾ ആണ്. സ്മാർട്ട് കണക്റ്റും ഉണ്ട്, നോർമൽ മോഡലും ഉണ്ട്. അപ്പോൾ ഞാനിതിൽ കാണിച്ചു തന്നത് നോർമൽ മോഡലാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് കവറിൽ ഒരു ക്രോമിൻ്റെ ഫിനിഷിങ് വരുന്നുണ്ട്. കൂടാതെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് വരുന്നുണ്ട്. ലൈറ്റ്സ് എല്ലാം തന്നെ ഇപ്പോൾ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് ആയാലും ഹെഡ്ലൈറ്റ്സ് ആയാലും LED ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫുൾ ക്രോമിൻ്റെ ഓർണമെൻറ്റ്സ് മുഴുവൻ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് വരുന്നത്. പിന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻ്റലിഗോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ ശബ്ദം ഉണ്ടാവില്ല. വളരെ സൈലൻ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് ആയിരിക്കും നമുക്ക് വണ്ടിക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ടയറെല്ലാം വരുന്നത് ട്യൂബ്ലെസ് ആണ്. ഫ്രണ്ട് 12 ഇഞ്ച് അലോയ് വീൽ വരുമ്പോൾ ബാക്ക് 10 ഇഞ്ച് അലോയ് വീലാണ് വരുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് സിംഗിൾ കാലിപ്പർ ഡിസ്ക് ബ്രേക്സ് അവൈലബിൾ ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് പറയുന്നത് 163 mm ആണ്. പിന്നെ ഈ സ്കൂട്ടറിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്യൂൽ ഫില്ലിങ് ഫ്രണ്ടിൽ നിന്നാണ് ഫ്യൂൽ ഫില്ല് ചെയ്യുന്നത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ അത് കൂടാതെ നമുക്ക് USB ചാർജ് ചെയ്യാനുള്ള പോർട്ടും അവൈലബിൾ ആണ്. അതിൻ്റെ താഴെയായിട്ട് ഒരു 1 കിലോ വെയിറ്റ് താങ്ങുന്ന ഒരു സ്റ്റോറേജ് ബോക്സും നമുക്ക് ലഭ്യമാണ്. അതിലൊന്നിൽ വാട്ടർ ബോട്ടിൽ ഇടാം, അല്ലെങ്കിൽ മൊബൈൽ കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം. പിന്നെ വണ്ടിയുടെ സീറ്റ് വരുന്നത് 765 mm ആണ്. 5 ലിറ്ററാണ് അതിൻ്റെ ഫുൾ ടാങ്ക് കപ്പാസിറ്റി. ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് സ്പേസ് വരുന്ന ഒരു സ്കൂട്ടറാണ്. 33 ലിറ്ററാണ് അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് വരുന്നത്. 2 ഹെൽമെറ്റ് വെച്ചാൽ പോലും നമുക്ക് ബാക്കി സ്പേസ് സ്കൂട്ടറിന് കിട്ടുന്നതാണ്. നല്ലൊരു വലിപ്പമുള്ള ഗ്രാബ് റെയിലും ബാക്കിൽ വരുന്നുണ്ട്. ബോഡി കളറായിട്ടുള്ള ബാക്ക് സൈഡ് ടെയിൽ ലാമ്പും ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇൻഡിക്കേറ്റേഴ്സും ഹാലജൻ ബൾബ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജുപ്പിറ്റർ 125 അടിപൊളി ക്രോമിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ക്രോം പീസസ് ഓൾ ഓവർ ദ സ്കൂട്ടർ അവർ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കൊരു റിച്ച് ലുക്ക് കിട്ടാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ സ്കൂട്ടറിൻ്റെ എഞ്ചിൻ വരുന്നത് 124 cc ആണ്. 8.5 bhp പവർ വരും. 10 Nm നമുക്ക് ടോർക്ക് വരുന്നുണ്ട്. ടോപ്പ് സ്പീഡ് വരുന്നത് 90 km ആണ്. മൈലേജ് അടിപൊളി മൈലേജാണ്. 60-65 ഇടയിൽ ഒരു സൂപ്പർ മൈലേജ് TVSൻ്റെ സ്കൂട്ടർ നമുക്ക് നൽകുന്നുണ്ട്. അടുത്ത സ്ഥാനത്ത് വരുന്നത് സുസുക്കിയുടെ ആക്സസ് ആണ്. ആക്സസ് 125 ആണ്. ഇതിൻ്റെയും ഹെഡ്ലൈറ്റ്സ് ഫുള്ള് LED ആണ്. ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സും LED ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ടയർ വരുന്നത് 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. ഫ്രണ്ട് നമുക്ക് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് അലോയ് വീൽസ് വരുന്നുണ്ട്. ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. ഗ്രൗണ്ട് ക്ലിയറൻസും അത്യാവശ്യം നല്ലപോലെ തന്നെ സ്കൂട്ടറിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ചോദ്യമാണ് ഗ്യാസ് സിലിണ്ടർ കയറുന്നത്. ഗ്യാസ് സിലിണ്ടർ എന്തായാലും കയറും. 160 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ആകെ 103 കിലോ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. വെയിറ്റ് ഈ സെഗ്മെൻറ്റിൽ വളരെ കുറവുള്ളൊരു വണ്ടിയാണത്. പിന്നെ 1265 തന്നെയാണ് ഇതിൻ്റെ വീൽ ബേസും വരുന്നത്. ഫ്രണ്ടിൽ നമുക്കൊരു സ്റ്റോറേജ് ബോക്സ് വരുന്നുണ്ട്. USB ചാർജിങ്ങുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഡിജിറ്റൽ മീറ്റർ വരുന്നത് റൈഡർ കണക്റ്റ് ഫീച്ചറോട് കൂടിയാണ്. ഇതാണ് സ്റ്റോറേജ് ബോക്സ്. ഇതാണ് USB വരുന്നത്. പിന്നെ ആ ഹുക്കിന് 3 കിലോ വെയിറ്റ് താങ്ങാവുന്ന സപ്പോർട്ട് വരുന്നുണ്ട്. സ്വിച്ചസ് എല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുള്ള സ്വിച്ചസ് ആണ് വരുന്നത്. ഇടത്തെ സൈഡിൽ ഡിം ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ ഹോൺ വരുമ്പോൾ വലത്തെ സൈഡിൽ വരിക സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണായിരിക്കും. ഇതിൽ ഫുള്ളി ഡിജിറ്റലൈസ്ഡ് മീറ്ററാണ് വരിക. നമുക്ക് ഒത്തിരി ഫീച്ചേഴ്സ് വരുന്നത്. അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോള്, SMS, വാട്സാപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ, അതുപോലെ നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി ചാർജ്, നാവിഗേഷൻ, GPS നാവിഗേഷൻ്റെ എന്താ പറയുക ലെഫ്റ്റ് റൈറ്റ് പോകുന്ന നോട്ടിഫിക്കേഷൻ, ഒത്തിരി ഫീച്ചേഴ്സ് അതിൽ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഫുള്ളി ഡിജിറ്റലൈസ്ഡ് മീറ്ററാണ്. നമുക്ക് ടൈം, ഓഡോമീറ്റർ, അതുപോലെ തന്നെ ട്രിപ്പ് മീറ്റേഴ്സ്, ഉള്ള ഫ്യൂൽ ഡിസ്റ്റൻസ് ട്യൂൺ ചെയ്യാനുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അതിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ എഞ്ചിൻ കിൽ സ്വിച്ചും സെൽഫ് സ്റ്റാർട്ടും കൂടി ഒറ്റ ബട്ടണിലാണ് വണ്ടിക്ക് വരുന്നത്. വണ്ടിയുടെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബ്രൗൺ കളർ സീറ്റാണ് വണ്ടിക്ക് വരുന്നത്. ഫുള്ള് ആക്സസ് എന്നുള്ളതിൻ്റെ 3D ബാഡ്ജിങ് അതിൽ വരുന്നുണ്ട്. എൻജിൻ 124 cc ആണ് വണ്ടിയുടെ എൻജിൻ വരുന്നത്. ഒരു സിംഗിൾ ഫോൾഡബിൾ ആയിട്ടുള്ളൊരു ഫുഡ് റെസ്റ്റും വണ്ടിക്ക് വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫ് ഫീച്ചർ ഈ സ്കൂട്ടറിനും കമ്പനി കൊടുത്തിട്ടുണ്ട്. 124 cc ആണ് എൻജിൻ കപ്പാസിറ്റി വരുന്നത്. 8.7 bhp പവർ വരും. 10 Nm ടോർക്ക് വരുന്നത്. ടോപ്പ് സ്പീഡ് 90 km ആണ്. മൈലേജ് 55-50 ഇടയിലാണ്. ബാക്ക് സൈഡ് സ്പ്രിംഗ് ലോഡഡ് സസ്പെൻഷൻ വരുന്നുണ്ട്. പക്ഷേ അത് ഫിക്സഡ് സസ്പെൻഷനാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫ്യൂൽ ഫില്ലിങ് എക്സ്റ്റേണലാണ്. നമുക്ക് സ്കൂട്ടറിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. ടെയിൽ ലൈറ്റ്സിനും ഇൻഡിക്കേറ്ററിനും മേളിൽ ഒരു ക്രോമിൻ്റെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട്. E20 ഫ്യൂൽ സപ്പോർട്ടഡ് ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് സെൻസർ കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ആക്സസിൻ്റെ സൈലൻസർ ഒരു ബാരൽ ടൈപ്പ് ലോഡഡ് ക്രോം പ്ലേറ്റഡ് സൈലൻസറാണ് വരുന്നത്. സൈലൻസറിൻ്റെ പൈപ്പിനും അഡീഷണൽ ഗാർഡ് വരുന്നുണ്ട്.
സ്കൂട്ടറിൻ്റെ ഫ്യൂൽ ടാങ്ക് വരുന്നത് 5 ലിറ്ററാണ്. സ്റ്റോറേജ് സ്പേസ് വരുന്നത് 22 ലിറ്ററാണ് സ്റ്റോറേജ് വരുന്നത്. അതിപ്പോൾ സുസുക്കിയുടെ കോമൺ ആയിട്ട് ഈ ഒരു സ്പേസ് ആണല്ലോ, അതിന് ഒരു ഹെൽമെറ്റും ഒരു ബാക്ക് പാക്കും വെച്ചാൽ തന്നെയും ബാക്കി സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് ഈ സ്കൂട്ടറിന്. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 1.18 ആ ഒരു റേഞ്ചാണ് ആക്സസിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അടുത്ത സ്കൂട്ടർ വരുന്നത് റേ ZR ആണ്. റേ ZRൻ്റെ ഹൈബ്രിഡ് മോഡലാണ് ഈ സെഗ്മെൻറ്റിൽ നമ്മൾ മൂന്നാമതായിട്ട് പറയുന്ന സ്കൂട്ടർ വരുന്നത്. ഫുള്ളി ഒരു ന്യൂ ജനറേഷൻ സ്കൂട്ടറാണ്. ഇതിൻ്റെ HID ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ സ്പ്ലിറ്റ് ആയിട്ടുള്ള 4 HID ഹെഡ്ലൈറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. ഡിസൈൻ എല്ലാം ഫുൾ കട്ടിങ് എഡ്ജ് ടെക്നോളജിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫ്രണ്ട് മഡ് ഗാർഡ് വരുന്നത് മെറ്റലാണ്. 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്നുണ്ട് ഫ്രണ്ട് നമ്മുടെ സേഫ്റ്റിക്കായിട്ട്. ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്, സിംഗിൾ കാലിപ്പറായിട്ടുള്ള. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് കോംബി ബ്രേക്ക് സപ്പോർട്ട്, അതായത് യമഹയുടെ UBS ബ്രേക്കിംഗ് എന്ന് അതിന് പറയാം. കോംബി ബ്രേക്ക് സപ്പോർട്ടും കമ്പനി നമുക്ക് നൽകിയിട്ടുണ്ട്. വളരെ തിന്നായിട്ടുള്ള 6 സ്പോക്കുള്ള അടിപൊളി അലോയ് വീൽസാണ് യമഹ റേ ZRന് വരുന്നത്. 145 mm ആണ് ക്ലിയറൻസ്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കുറവ് ക്ലിയറൻസ് ഉള്ള സ്കൂട്ടർ ഇതാണ്. ആകെ 98 കിലോ വെയിറ്റ് വരുന്നുള്ളൂ. കലക്കൻ മൈലേജാണ്, കലക്കൻ റൈഡ് കംഫർട്ടാണ് നമുക്ക് റേ ZR നൽകുന്നത്. അത് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്താൽ നിങ്ങൾക്ക് അത് വളരെയധികം ബോധ്യവും. പിന്നെ മീറ്റർ വരുന്നത് ഫുള്ളി ഡിജിറ്റലൈസ്ഡ് മീറ്ററാണ് വരുന്നത്. നമുക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ല സുസുക്കി ആക്സസിൽ റൈഡ് കണക്റ്റിൽ വരുന്ന പോലെ സെയിം ടു സെയിം ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ നമുക്ക് ലഭിക്കുന്നതാണ്. 5.2 ലിറ്ററാണ് ടാങ്കിൻ്റെ സ്റ്റോറേജ് വരുന്നത്. 21 ലിറ്റർ തന്നെയാണ് അണ്ടർ സ്റ്റോറേജും വരുന്നത്. സീറ്റിന് താഴെയുള്ള സ്റ്റോറേജ് കപ്പാസിറ്റിയും വരുന്നത്. 125 cc എഞ്ചിന് 8.2 bhp പവർ വരും. 10.3 Nm ടോർക്ക് വരുന്നുണ്ട്. 91 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ്. 65-നും 70-നും ഇടയിലുള്ള ഒരു കിടിലം മൈലേജ് നമുക്ക് സ്കൂട്ടർ ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡ് സ്പ്രിംഗ് ലോഡഡ് സസ്പെൻഷനാണ്. അത് 3 പോയിൻറ്റ് അഡ്ജസ്റ്റബിൾ ആണ് ബാക്ക് സൈഡ് സസ്പെൻഷൻ വരുന്നത്. ബാക്ക് സൈഡ് വരുന്ന ഹാലജൻ ലൈറ്റ്സ് ആണ്. പിന്നെ നമ്മുടെ എഫ്സിയിലേക്ക് ആയുധ മോഡിൽ വന്നിരുന്ന പോലത്തെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് റിയൽ യൂസ് ചെയ്തിരിക്കുന്നത്. വലിപ്പമുള്ള നല്ല നീട്ടുള്ള ഒരു അടിപൊളി മഡ് ഗാർഡും ബാക്കിൽ വരുന്നുണ്ട്. 120 mm ഡ്രം ബ്രേക്കാണ് ബാക്ക് സൈഡിൽ യൂസ് ചെയ്തേക്കുന്നതെങ്കിലും കോംബി ബ്രേക്ക് UBS ബ്രേക്ക് സപ്പോർട്ട് സ്കൂട്ടർ നൽകുന്നുണ്ട്. അതുകൊണ്ട് ബ്രേക്കിംഗ് എല്ലാം പക്ക എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുകൊണ്ട് ബമ്പ് ചാടുമ്പോൾ ചെറിയ ഇഷ്യൂ വരുന്നുണ്ട്. പക്ഷേ മൈലേജിൽ അതെല്ലാം കവർ ചെയ്ത് പോവുകയാണ്. പിന്നെ ഒരു ഓടിച്ചു പോകാൻ നല്ല സുഖമുള്ളൊരു വണ്ടിയാണ്. ഒട്ടും സൗണ്ടില്ല, വളരെ കംഫർട്ടബിളായിട്ട്, വളരെ എന്താ പറയുക, നമുക്കൊരു ആസ്വദിച്ച് ഓടിച്ചുകൊണ്ട് നടക്കാവുന്ന ഒരു സ്കൂട്ടറാണ് റേ ZR. നിങ്ങൾ എന്തായാലും മറക്കാതെ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫീൽ കിട്ടും. അപ്പോൾ നമ്മൾ കിങ്ങിലേക്ക് കിടക്കുകയാണ്. ഈ വീഡിയോയിൽ ആദ്യത്തെ സാധനം നമ്മൾ കൊടുക്കുന്നത് യമഹയുടെ ഫസീനോ ഹൈബ്രിഡിനാണ്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ പവർ ലഭിക്കുന്ന, ഏറ്റവും നന്നായിട്ട് മൈലേജ് ലഭിക്കുന്ന, ഏറ്റവും കൂടുതൽ കംഫർട്ട് കിട്ടുന്ന ഒരു സ്കൂട്ടറാണ് യമഹ ഫസീനോ നോർമൽ മോഡൽ വരുന്നുണ്ട്, ഹൈബ്രിഡ് മോഡലും വരുന്നുണ്ട്. ഹൈബ്രിഡ് ആകുമ്പോൾ ടെക്നോളജി കുറച്ച് അഡ്വാൻസ്ഡ് ആയിരിക്കും, കുറച്ച് പൈസ കൂടിയും കൂടും. പക്ഷേ അതിന് ആ കൊടുക്കുന്ന പൈസക്ക് ഉള്ള വാല്യൂ ആ സ്കൂട്ടർ നമുക്ക് തരുന്നുണ്ട്. ഫ്രണ്ട് മഡ് ഗാർഡ് വരുന്നത് ഫുൾ മെറ്റലാണ് വരുന്നത്. ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സും HID ഹെഡ്ലൈറ്റ്സും ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് 12 ഇഞ്ച് അലോയ് വീൽസ് വരും. ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്നുണ്ട്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ കമ്പനി നൽകുന്നുണ്ട്. ഇതിൻ്റെ ഹൈ എൻഡ് മോഡൽസിലൊക്കെ നമുക്ക് ഡിസ്ക് ബ്രേക്സ്, സിംഗിൾ കാലിപ്പറായിട്ടുള്ള ഡിസ്ക് ബ്രേക്സ് നൽകുന്നുണ്ട്. പിന്നെ UBS ബ്രേക്കിംഗ് സപ്പോർട്ട് കോമൺ ആയിട്ട് യമഹയിൽ വരുന്നതാണ്. ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെ ബ്രേക്കിംഗ് നമുക്ക് കിട്ടുന്നതാണ്. സൈഡ് സ്റ്റാൻഡ്, എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ്, കട്ട് ഓഫ് ഫീച്ചർ യമഹയുടെ ഇപ്പോൾ പുതിയ ജനറേഷൻ സ്കൂട്ടറിന് എല്ലാത്തിനും കിട്ടുന്നുണ്ട്. ക്ലിയറൻസ് 145 mm ആണ്. സെയിം റേ ZRൻ്റെ ക്ലിയറൻസ് തന്നെയാണ് ഇതിലും വരുന്നത്. ആകെ 99 കിലോ വെയിറ്റ് വരുന്നുള്ളൂ. അത് 5 ലിറ്റർ ഫ്യൂൽ അടക്കമാണ്. അപ്പോൾ ഫ്യൂൽ കുറവാണെങ്കിൽ പിന്നെയും വെയിറ്റ് കുറയും. അതുകൊണ്ടാണ് ഇത്രയും മൈലേജ് കിട്ടുന്നത്. പക്ഷേ വണ്ടി കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് തോന്നില്ല. ഒരു 130 കിലോ 126 കിലോ വെയിറ്റുള്ളൊരു സ്കൂട്ടറിൻ്റെ ഒരു പ്രൗഢിയാണ് സ്കൂട്ടറിന്, ഈ സ്കൂട്ടർ നമുക്ക് കിട്ടുന്നത്. ഇത് അനലോഗ് മീറ്റർ വരുന്ന മോഡലാണ്. ഡിജിറ്റൽ മീറ്ററുള്ള മോഡലും വരുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി പൈസ കൂടും. പക്ഷേ അതിൽ ഈ പറഞ്ഞ പോലെ കോൾ, SMS, ബ്ലൂടൂത്ത്, നാവിഗേഷൻ, അതുപോലെ തന്നെ ബാറ്ററി ചാർജ്, അങ്ങനെയുള്ള സകല ഫീച്ചേഴ്സും കാണിക്കും. ടാങ്ക് കപ്പാസിറ്റി 5.5 ലിറ്ററാണ്. 21 ലിറ്ററാണ് അതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല ഡീസൻറ്റ് സ്റ്റോറേജ് ആണ്. പിന്നെ ഫ്യൂല് ഫില്ല് ചെയ്യുന്നത് സ്കീറ്റ് തുറക്കാൻ പറ്റില്ല. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ ഫ്യൂൽ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അത് E20 ഫ്യൂൽ സപ്പോർട്ടറാണ്. അപ്പോൾ ഈ 2 വണ്ടികളും ഇതൊരു പോരായ്മയായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കുക പുതിയ വണ്ടി എടുക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈബ്രിഡ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 125 cc ആണ്. 8.2 bhp പവർ വരുന്നുണ്ട്. 10 Nm ടോർക്ക്. ടോപ്പ് സ്പീഡ് 91 കിലോമീറ്ററാണ്. 60 കിലോമീറ്റർ മൈലേജും വരുന്നുണ്ട്. V ഷേപ്പിലുള്ള അടിപൊളി LED ടെയിൽ ലൈറ്റ്സ് ആണ് ഫസീനോ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഹാർഡ് ഫൈബറിൻ്റെ മഡ് ഗാർഡ് വരും. പിന്നെ സൈലൻസർ വരുന്നത് കുറച്ചുകൂടി നീളത്തിലുള്ള നല്ല ഒരു എന്താ പറയുക, ഒരു റോബോട്ടിക് ആം പോലത്തെ ഡിസൈനാണ് സൈലൻസർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഈ വീഡിയോ നമ്മൾ 1ാം സ്ഥാനം കൊടുക്കുന്നത് യമഹ ഫസീനോയ്ക്കാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും സ്കൂട്ടർ നിങ്ങളുടെ ഐഡിയയിൽ എന്തെങ്കിലും നല്ല സ്കൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് നമ്മൾ അറിയിക്കുക. നമുക്ക് അതിൻ്റെ വീഡിയോ ഉടനെ എടുത്തേക്കാം.
അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.